ഇത് ജസ്റ്റ് യു പ്രൂവ്ഡ് ഇറ്റ് എന്നാണ് മൊബൈലിനെതിരെ പറഞ്ഞിരിക്കുന്നത്. 100% എനിക്ക് വിശ്വാസമുള്ളൂ. ഞാൻ വീഡിയോയിൽ പറഞ്ഞു ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. ബെറ്റിംഗ് ആപ്പിൽ എങ്ങനെ ബെറ്റ് ചെയ്ത് കാണിക്കണമെന്നാണ് അമൽ പറയുന്നത്. പ്രൂഫ് എന്ന് പറയുന്നത് പലതരം പോലീസിന്റെ റിപ്പോർട്ട്സ്, ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തതിൻ്റെ കാര്യങ്ങൾ, ഇത്രയും ഇല്ലീഗലായിട്ട് നടക്കുന്നതിൻ്റെ കാര്യം, മിനിസ്ട്രി പറഞ്ഞ കാര്യങ്ങൾ, ലീഗലായിട്ട് പറയുന്ന മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ. അതായത് ഈ ബെറ്റിംഗ് ആപ്പിൽ 1.2 കോടി അയാളുടെ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്നത് നീ പോയി തള്ളല്ലടാ. ഈ പറയുന്ന മന്ത്രിമാരും ഇവരെല്ലാവരും ആലോചിക്കണം, നിയമനിർമ്മാണം വരണം. ഏതെങ്കിലും ഒരു ഗെയിമിംഗ് ആപ്പ് ഇതിൽ എല്ലാം മോശമാണോ? ഏതെങ്കിലും ഒന്ന് നല്ല ഏതെങ്കിലും ഗെയിമിംഗ് ആപ്പ്, ഈ ഗാംബ്ലിംഗ് ആപ്പിൽ ഒരെണ്ണം പോലും നല്ലതില്ല. ആള് ബ്രോ ഐ ആം ഓൺ ദി സൈഡ് ഓഫ് സൂയിസൈഡ് എന്നുള്ള രീതിക്കാണ് അത് പറയുന്നത്. അതായത് നിങ്ങളെ പണക്കാരനാക്കാനാണോ ഇവർ പണക്കാരൻ ചമഞ്ഞ് നിങ്ങളെ ചേർക്കുന്നത്? നമസ്കാരം, യെസ് അഭിജിത്ത് എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് തുടരാം. നമസ്കാരം അഭിജിത്ത്. ചാരിറ്റി കുത്തി കയറ്റിയിട്ട് ഈ ഗെയിമിംഗ് ആപ്പിന് ചാരിറ്റി ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ചാരിറ്റി ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ചാരിറ്റി ഇപ്പോൾ പലരും ഈ നാട്ടിൽ ഈ പറയുന്ന വീഡിയോ എഡിറ്റ് ചെയ്യുന്നവരൊന്നും അല്ല ചാരിറ്റി എന്ന് ശരിക്കും അല്ലെ. വലിയ രീതിക്കുള്ള ചാരിറ്റി, വലിയ CSR ഫണ്ടുകളും ഇഷ്ടംപോലെ സംഭവങ്ങളും ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. പേര് പോലും എടുത്ത് പറയാതെ ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് പണ്ട് ഹെൽപ്പ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. പലരും പുറത്തുനിന്നും ഇപ്പൊ ഈ വീഡിയോയിലല്ലാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, വീഡിയോയിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ചാരിറ്റി ചെയ്തിട്ട് പൈസ കിട്ടിട്ട് അതിനകത്ത് കാറ് വാങ്ങിക്കൊടുത്തിട്ട് ഞാൻ ഈ പറയുന്ന പലതരം ചാരിറ്റി ചെയ്യുന്നു. പക്ഷെ ഇവര് ചെയ്യുന്ന ചാരിറ്റി ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇതൊക്കെ ചെയ്ത് ഇവർക്ക് പൈസ കൊടുക്കാൻ പറ്റിയത് എനിക്ക് ഗെയിം കളിച്ചിട്ടാണ്. എൻ്റെ ഇഷ്ടംപോലെ പൈസ ഉണ്ട്. ഈ പറയുന്ന സുജിൻ ഇത്രയും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയിട്ട് പൈസയുള്ള മെത്തയിൽ പോയി ചാടി കിടക്കുന്നു. അതെ അതെ. അപ്പോൾ ശരിക്കും അതൊക്കെ കൊടുക്കുന്ന സന്ദേശം എന്താണല്ലേ? അപ്പോൾ ശരിക്കും എല്ലാവരും ബ്ലോക്ക് ചെയ്തു. ഇപ്പോൾ യെസ് അഭിജിത്ത് എന്ന അക്കൗണ്ട് കുറെ പേര് ബ്ലോക്ക് ചെയ്തു. അപ്പം ബ്ലോക്ക് ചെയ്യുന്നതിന് മുന്നേ അവരാരെങ്കിലും ഭീഷണിപ്പെടുത്തുന്ന രീതിയിലോ എന്തെങ്കിലും ഇങ്ങനെ നടപടിയൊക്കെ ഉണ്ടായപ്പോഴോ ആ സമയത്തൊക്കെ എപ്പോഴും ഒരു ഭീഷണി നേരിട്ടിട്ടുണ്ട്? ഇങ്ങനെ നമ്മൾ തുറന്നു പറയുമ്പോൾ കുറച്ച് ഭീഷണികളാണ് കാര്യമാക്കുന്നത്. ആരൊക്കെയാണ് ഭീഷണിപ്പെടുത്തിയതായിട്ട്? നമുക്കിപ്പോ ഏഞ്ചലിന്റെ ഒരു കുറച്ച് ഒരു ഫേക്ക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൂട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മള് ഒരു ഭീഷണിയും നമ്മുടെ അടുത്ത് പോയില്ല. അതായത് അവർക്ക് വേണ്ടിയിരുന്ന ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യുക, ആരും കാണരുത്. ഇത് കുറച്ച് പേര് കണ്ടു, ഇനി കൂടുതൽ ആരും കാണരുത്. ഞാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞു, വീഡിയോ ഡിലീറ്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ അന്ത്യം കാണുന്നത് വരെ പോകാൻ തന്നെയാണോ തീരുമാനം? ഇനിയിപ്പോ ഗോയിങ് ബാക്ക്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ വെറുതെ വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മൾ വീഡിയോ മാത്രമല്ല, ഇതിനെതിരെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് മാത്രമല്ല, പല സാധനങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. ഗാംബ്ലിംഗ് ആപ്പുകളല്ലാതെ ഇപ്പോൾ നമ്മൾ മണി ചെയിനുകളുടെ കാര്യങ്ങൾ പറയുന്നു. ഇപ്പോഴും മണി ചെയിനുകൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ഹൈറിച്ചിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഹൈറിച്ച് പൂട്ടുന്നതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തു. ഹൈറിച്ച് ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതേപോലെ കുറെ ജയ് ഹൈറിച്ച് എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഇതേപോലത്തെ സ്കീമുകളിൽ പെട്ടിരുന്നിട്ട്. കഴിഞ്ഞ ആഴ്ച അപെക്സ് ടോക്കന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നാട്ടിൽ നടക്കുന്ന ഒരു ക്രിപ്റ്റോയുടെ ബേസിലുള്ള തട്ടിപ്പാണ്. ക്രിപ്റ്റോയിലൊക്കെ മൊത്തം അങ്ങനെ പൈസ കിട്ടില്ലേ ഒരിക്കലും? അതായത് ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ക്രിപ്റ്റോയുടെ പേരിൽ തട്ടിപ്പാണെത്തുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ നല്ലതാണല്ലേ? നല്ലതാണെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ റെഗുലേറ്റഡ് അല്ല, പക്ഷെ ഒരു ഡീസെൻട്രലൈസ്ഡ് ആണ്. അതിന്റെ ഒരുപാട് ചതിക്കുഴികളും ഒരുപാട് റിസ്ക്കും ഉള്ള സാധനമാണ് ക്രിപ്റ്റോ. ഒരുപാട് ടാക്സ് ഇന്ത്യയിൽ കൊടുക്കുകയും വേണം. അപ്പോൾ ഇതിന്റെ മുകളിൽ ഈ ക്രിപ്റ്റോ എന്നുള്ള ഒരു ഒറിജിനൽ ക്രിപ്റ്റോ ഉണ്ട്. അതിനെക്കുറിച്ച് ഇവിടെ നാട്ടിൽ ഒരു മനുഷ്യന് ശരിക്കും പറഞ്ഞാൽ അത്ര അവബോധം ശരിക്കും പറഞ്ഞാലില്ല. കാരണം ഇപ്പോൾ പറഞ്ഞ അപെക്സ് ടോക്കൺ ഇപ്പോഴും ക്രിപ്റ്റോ ആണെന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ക്രിപ്റ്റോ ഒരു സൈഡിൽ ലിസ്റ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവർ അതിന്റെ പുറകിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ അപെക്സ് ടോക്കൻ്റെ ഒരു വാട്സാപ്പ് ചാനലുണ്ട്, അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇവരുടെ ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇഷ്ടംപോലെ ഇവന്റ്സ്. സാധാരണ ചെറിയ ഹോട്ടലുകളിലും ചെറിയ വീടുകളിലും ഒക്കെ ഇവർ ഇവന്റ്സ് നടത്തുന്നുണ്ട്. അതായത് ഇപ്പൊ ഹൈറിച്ച് നടത്തിയ അതേ രീതി ഒരുപാട് പൂട്ടപ്പെടേണ്ടതുണ്ടല്ലേ കമ്പനികളായാലും അങ്ങനെയൊക്കെ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ. ഇത് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ഒതുങ്ങാതെ യൂട്യൂബ് ചാനലുകളും ഫേസ്ബുക്ക് അക്കൗണ്ടുകളും വാട്സപ്പ് ചാനലുകളൊക്കെ പൂട്ടാനുള്ള അതൊക്കെ ബാൻ ചെയ്യാനുള്ള ഒരു നടപടി മൊത്തത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലീസിന്റെ സോഷ്യൽ മീഡിയയുടെ കാര്യമാണ് പറഞ്ഞത്. ഇൻസ്റ്റാഗ്രാം മാത്രമല്ല പോലീസ് പറഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ആൾക്കാർക്ക്
സൈബർ സെല്ലിനെ അറിയിക്കാം. സൈബർ സെല്ലിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചൂതാട്ടത്തെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്ന ഒരാൾക്കെതിരെ ഇവരിങ്ങനെ പറഞ്ഞു, ഇതിങ്ങനെ കണ്ടു, ഇവർക്കെതിരെ നിയമ നടപടി എടുക്കണമെന്ന് സാധാരണ ഒരു പൗരൻ എങ്ങനെയാണ് പറയുന്നത്? ഇമെയിൽ അയക്കും. ഞാൻ ഇമെയിൽ ID എൻ്റെ അക്കൗണ്ടിൽ ഞാനൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. സൈബർ SPക്കാണ് ഒരു പക്ക ഡ്രാഫ്റ്റഡ് ആയിട്ടൊരു കംപ്ലൈൻറ്റ് ഇതേപോലെ ഇങ്ങനെ ചെയ്യുന്നു, ഇവരുടെ അക്കൗണ്ടിൽ ഇതൊക്കെയാണുള്ളത്, അതിൻ്റെ അറ്റാച്ച്മെൻ്റ് ആയിട്ട് ഇതിൻ്റെ പ്രൂഫ് അടക്കം ആൾക്കാർക്ക് അയച്ചു കൊടുത്താൽ അത് അവർ കാണുന്നതായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ സാധാ സൈബർ സെല്ലിനും അയച്ചു കൊടുക്കാം. അതെ അതെ. പക്ഷെ ഇവർക്കൊക്കെ ഒരു ഒരുപാട് പേര് ഫോളോവേഴ്സ് വന്നിട്ടാണ് തെറി വിളിക്കുന്നത്. പിന്നെ ആ തെറിയിൽ ഞാനൊന്ന് കണ്ടു, പിന്നെ എല്ലാ നന്മമരം കളിക്കുന്ന അങ്ങനെയല്ല, എല്ലാ സ്കാമിനെതിരെയും സംസാരിക്കുന്ന അഭിജിത്ത് പോളിസി ബസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അത് ആ ഒരു പക്കാ സ്കാം ആയിട്ടുള്ള ആ ഒരു ഇൻഷുറൻസ് എടുക്കാം പോളിസി ബസാറിലൂടെ, അത് എന്താണ് ശരിക്കും? ഈ പറയുന്ന കാര്യം നമുക്ക് പോളിസി ബസാർ എന്ന് പറഞ്ഞ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇത് ഇന്ത്യയിൽ ലീഗലായിട്ട് നടക്കുന്ന ഒരു റെഗുലേറ്റഡായി നടക്കുന്ന ഒരു കമ്പനിയാണ്. അതായത് IRDAI റെഗുലേറ്റഡ് ഇൻഷുറൻസ് ബ്രോക്കറാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയില്ല ഇത് ബ്രോക്കർ എന്താണ്, ഇൻഷുറൻസ് എന്താണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് അല്ല, അത് ശരിക്കും പക്ക ഫ്രോഡ് ആണെന്ന് പറയുന്നത്. അപ്പൊ അതിനെന്താ പറയാനുള്ളത്? അതിപ്പോ ഫേക്ക് ആണോ അല്ലയോ? അതായത് നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഇത് ഇന്ത്യയിൽ 16 കൊല്ലമായിട്ട് നടന്നു വരുന്ന ഒരു കമ്പനിയാണ്. ഈ പറയുന്ന നമ്മുടെ ബാങ്കുകളാണെങ്കിലും ഇപ്പോൾ ബാങ്കിങ് സെക്ടർ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ബാങ്കിങ് സെക്ടർ റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ RBI ആണ്, സ്റ്റോക്ക് മാർക്കറ്റ് SEBI ആണ്, ഹെൽത്ത് ഇൻഷുറൻസ് IRDAI ആണ്. ഇതേപോലത്തെ റെഗുലേറ്റഡ് എൻറ്റിറ്റീസ് ആണ്. അതായത് ഞാനൊരു സ്പോൺസേഡ് വീഡിയോ അല്ലെങ്കിൽ ഞാനൊരു ഒരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുകയാണെങ്കിൽ ഞാനത് പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് കൊടുത്തിട്ട് ആഡ് എന്നുള്ള രീതിക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പെയ്ഡ് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ അതിൽ പെയ്ഡ് പാർട്ണർഷിപ്പിന് ടാഗ് വരെ കൊടുത്തിട്ടുണ്ട്. ഇവരാരും ഗാംബ്ലിങ്ങിന് ടാഗ് പോലും കൊടുക്കാറില്ല, അത് വേറെ. അവരുടെ ആഡ് ചെയ്യാനേ പറ്റില്ല. ഞാൻ ചെയ്യുന്നത് അതായത് ഇതൊരു സ്പോൺസേഡ് വീഡിയോ എന്നുള്ള രീതിക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻഷുറൻസ് എങ്ങനെയാണ്, ഇൻഷുറൻസ് ബ്രോക്കർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാത്തവർക്ക് പലർക്കും പലതും പറയാം. കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ആൾ പറഞ്ഞ പലതരം ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞു. ഈ പറയുന്ന നമുക്ക് ഈ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ, ഒരാൾ ഇൻഷുറൻസ് എടുത്ത് പോവുകയാണെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നത് അത് ഈ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ ബ്രോക്കേഴ്സിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻഷുറൻസ് നമ്മൾ ഒരു കസ്റ്റമർ പോയി എടുക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് ഇഷ്യൂ ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനികളാണ്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനികളാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ പറയുന്ന ബ്രോക്കർക്ക് ഒരു ഇതുമില്ല. ഇൻഷുർ ചെയ്യുന്നതും പിന്നെ അത് ക്ലെയിം ഹാൻഡിൽ ചെയ്യുന്നതും ഇതെല്ലാം കമ്പനികളാണ് ഹാൻഡിൽ ചെയ്യുന്നത് വെച്ചാൽ അത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ എവിടെയാണ് ഈ പറയുന്ന ആൾക്കാരുടെ സ്കാം? ഈ പറയുന്ന ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഈ ബെറ്റിംഗ് ആപ്പുകൾ ഇന്ത്യയിൽ പക്ക ഇല്ലീഗലായിട്ട് നടക്കുന്ന ഒരു കമ്പനി, ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് പോലും ഇല്ല, ഒരു ഓഫീസ് പോലും ഇല്ലാതെ നടക്കുന്ന സംഭവങ്ങളാണ് ഈ പറയുന്ന ബെറ്റിംഗ് ആപ്പുകളും ഗാംബ്ലിംഗ് ആപ്പുകളും. ബാക്കിയുള്ള ഈ തട്ടിപ്പുകളാണെങ്കിൽ ഞാൻ മില്യണർ ട്രാക്ക് എന്ന് പറഞ്ഞൊരു സാധനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മണി ചെയിൻ നെറ്റ്വർക്കാണ്. അപ്പോൾ മണി ചെയിൻ അല്ല, മണി സർക്കുലേഷൻ സ്കീമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണെങ്കിലും ഇപ്പോൾ ബിസ്കുരുകൾ അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുടെ കാര്യമാണ്. ഇതെല്ലാം ഓപ്പണായി നടക്കുന്ന സ്കാമുകളാണ്. ഇതൊക്കെ ഇന്ത്യയിൽ റെഗുലേറ്റഡ് ആയി നടക്കുന്ന കമ്പനികളാണ്. പക്ഷെ പറയുന്നത് ഇപ്പോൾ ഒരുപാട് പേര് നല്ല ഏതാണ് ഇൻഷുറൻസ് കമ്പനി എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് പേര് ഓരോന്നിൻ്റെ പേര് പറയുമ്പോഴും ആൾക്കാർ പറയുന്നത് ഇതിൽ ഒരിക്കലും പൈസ നമുക്ക് കിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് ഇൻഷുറൻസ് എടുക്കുന്നത്, ഇൻഷുറൻസ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനികളാണ്. പലരും പറയുന്ന കാര്യം ഇത് ഞാൻ പറയുന്ന പ്ലാറ്റ്ഫോം ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് കമ്പനി എന്നാണ്. അങ്ങനെ ഒരു സംഭവമില്ല. ഇൻഷുറൻസ് ബ്രോക്കറാണ്. അതായത് ഒരു IRDAI റെഗുലേറ്റഡ് ഇൻഷുറൻസ് ബ്രോക്കറാണ്. ബ്രോക്കർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാട്ടിലുണ്ട് ബ്രോക്കേഴ്സ്. അതായത് ഏജൻസ് വഴി പല ഇൻഷുറൻസ് കമ്പയർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഓഫ്ലൈൻ ഏജൻസ് ഉണ്ട്. അതുപോലെ ഈ പറയുന്ന പോളിസി ബസാറിന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക, എറണാകുളത്ത് ഓഫീസുണ്ട്, കൊച്ചിയിൽ ഓഫീസുണ്ട്, തൃശ്ശൂർ ഓഫീസുണ്ട്, എല്ലാവരുടെ ഓഫീസുണ്ട്. അവിടെ പോയിട്ടും എടുക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു കമ്പാരിസൺ പ്ലാറ്റ്ഫോമാണ്. ആൾക്കാർ സെലക്ട് ചെയ്ത് ഇപ്പോൾ നമ്മളൊരു ആമസോണിലൊക്കെ പോലെ ആമസോണിൽ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു, പിന്നെ പ്രൊഡക്റ്റിനുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നതും അതിനുള്ള ക്ലെയിം, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസിന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ക്ലെയിം കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് നമുക്ക് ഈ പറഞ്ഞ ഇൻഷുറൻസിൻ്റെ ഒരു എന്താ പറയുക, ഇൻഷുറൻസിൻ്റെ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ അതും പിന്നെ എല്ലാം കമ്പനികളുമായിട്ടാണ് വരുന്നത്. ഇൻഷുറൻസിൽ ഈ പറഞ്ഞ പോലെ പലർക്കും തെറ്റിദ്ധാരണയുള്ളതുകൊണ്ട് സ്കാം എന്ന് പറയുന്നുണ്ട്. അത് ഇൻഷുറൻസ് എന്താണെന്നോ ഇൻഷുറൻസ് കമ്പനികൾ എന്താണെന്നോ അറിയാത്ത ആൾക്കാർക്കാണ്.
ക്ലെയിം ഹാൻഡിൽ ചെയ്യുന്നത്, അത് ക്ലെയിം റിജക്ട് ചെയ്യാൻ പല റീസൺസ്, അതായത് നമുക്ക് ഈ പറയുന്ന ഇൻഷുറൻസ് ആണെങ്കിൽ, ഇപ്പോൾ വണ്ടിയുടെ ഇൻഷുറൻസ് ആണെങ്കിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് കൊടുക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ പലർക്കും ഈ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു റെഗുലേറ്റഡ് ബിസിനസ്സാണ്. അതായത് IRDA അപ്രൂവ്ഡ് ബിസിനസ്സുകളൊക്കെ ആകുമ്പോൾ ഈ പറയുന്ന എന്താ പറയുക സംഭവങ്ങൾക്ക് നമുക്ക് IRDA ഓംബുഡ്സ്മാനുണ്ട്. അങ്ങനെ പലതരം കാര്യങ്ങൾ, അതായത് ഇതൊക്കെ റെഗുലേറ്റഡ് ബിസിനസ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ലീഗലായിട്ട് ഇന്ത്യയിൽ 100% റെഗുലേറ്റഡ് ആയിട്ട് നടക്കുന്ന ബിസിനസ്സുകൾക്ക് അതിൻ്റേതായ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ വെറുതെ ഒരു 2 പേരിടുന്ന സ്കാം എന്ന് പറഞ്ഞാൽ ഒന്നും ആവുന്നില്ല. കാരണം ഇത് 10-16 വർഷമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതെ അതെ. അപ്പോൾ ഈ പോളിസി ബസാർ വഴി ആരെങ്കിലും പറ്റിക്കപ്പെടുകയാണ്ട് ചെയ്താൽ, ഇപ്പോൾ ഫോളോവേഴ്സ് ആരെങ്കിലും വന്ന് അഭിജിത്തിനോട് പറഞ്ഞ അഭിജിത്ത് എന്തായിരിക്കും ഉത്തരം പറയാം? അതായത് ഇതിൽ പറ്റിക്കപ്പെടാൻ മാർഗ്ഗങ്ങൾ ഇല്ല. ഒന്നാമത്തത് ഇൻഷുറൻസ് ആണ്. അതായത് ബെറ്റിംഗ് ആപ്പല്ല. ബെറ്റിംഗ് ആപ്പിൽ പൈസ നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? ഇതിൽ അഡിക്റ്റ് ആയി പോയിട്ട് പൈസ കൊണ്ടിടുമ്പോഴാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പോളിസി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പോളിസിന്ന് പിന്നെ നമ്മൾ പൈസ അടച്ചിട്ട് അത് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ എന്താണ് ചെയ്യുക? അതായത് ഇത് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യമാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. ഹെൽത്ത് ഇൻഷുറൻസിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വർഷത്തേക്ക് ഒരു പൈസ കൊടുത്ത് വെക്കുകയാണെങ്കിൽ 100% ജെന്യുവൻ ആണോ? അപ്പോൾ ഇത് 100% ജെന്യുവൻ ആണ്. അത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഈ പറഞ്ഞ കമ്പനിയുടെ വിക്കിപീഡിയ പേജ് ഉണ്ട്, ഇവരുടെ അബൌട്ടസ് പേജ് ഉണ്ട്, അതിൻ്റെ ഗൂഗിൾ റിവ്യൂസ് ഉണ്ട്, എല്ലാത്തിലും പോയി നോക്കാം. ഈ പറയുന്ന അതായത് ഇത് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അമലും ഇങ്ങനെ അഭിജിത്തിനോട് എല്ലാവർക്കും ഒരു ദേഷ്യം തീർക്കുന്നതാണോ? അപ്പോൾ ഇത് അതല്ല, അമൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇഷ്ടം പോലെ തെറ്റും കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആ പറയുന്ന കമന്റുകൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതായത് ഞാൻ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ ആ കമന്റിൽ ആൾക്കാർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും അമലൊന്നും തിരിച്ചു പറയില്ല. ഇല്ല, അതിനൊന്നും റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. അതിനൊന്നും റിപ്ലൈ ഇല്ല. അതെ, ഇത് ജസ്റ്റ് യു പ്രൂവ്ഡ് ഇറ്റ് എന്നാണ് അമലിനെതിരെ പറഞ്ഞിരിക്കുന്നത്. അമൽ മണ്ടനാണ്, പ്രൂവ്ഡ് ഇറ്റ് എന്നാണ് ആൾക്കാർക്ക് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതായത് ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ ഒരു കമ്പനിയുടെ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു സ്പോൺസർ എടുക്കുകയാണ്, എനിക്കറിയാം ഇത്രയും ഒരു തട്ടിപ്പിനെതിരെ പറയുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതായത് ചോദ്യം ചെയ്യപ്പെടണം. കാരണം ഞാൻ അത്രയും ഡ്രില്ല് ചെയ്യുന്നുണ്ട് ഓരോ ആൾക്കാരെ. അപ്പോൾ എനിക്കറിയാം ഇത്രയും ചോദ്യം ചെയ്യപ്പെടലുകൾ വരും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പലതരം ഓഫേഴ്സ് പല കമ്പനികളുടെ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ 100% എനിക്ക് വിശ്വാസമുള്ളൂ. ഞാൻ വീഡിയോയിൽ പറഞ്ഞു ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. പോളിസി ബസാറിന്. കാരണം ഞാനത് യൂസ് ചെയ്യുന്നതാണ്. കാരണം ഞാൻ വെറുതെ ഒരു കമ്പനിയുടെയോ ഒരു ഇതിൻ്റെയോ അതായത് വെറുതെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു ഒന്നാമത്. അതുകൊണ്ട് ഞാൻ പല എനിക്ക് വേണ്ടപ്പെട്ട അറിയുന്ന ആൾക്കാരുടെ വരെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ എന്നെ ഒരു പ്രൈമറി നീഡോ ലിവിങ് മാർഗമൊന്നുമല്ല. ഐ ഹാവ് എ ജോബ്, ഐ ഡു മൈ ജോബ്. ആൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ ഒരു സ്പോൺസേർഡ് വീഡിയോകൾ നമുക്ക് ചെയ്യാം. കാരണം ഞാൻ ഈ പ്രൊമോഷൻസിന് ഈ പറയുന്ന പലരും ചിലർ ചോദിക്കുന്നുണ്ട്, ഈ പറയുന്ന നിങ്ങൾ ഇത്രയും ആൾക്കാരുടെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ പ്രൊമോഷൻ ചെയ്യുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ പറഞ്ഞ പ്രൊമോഷൻ ചെയ്യാൻ എന്താണ് കുഴപ്പം? ആരുടെ പ്രൊമോഷൻ ചെയ്യേണ്ടതെന്ന്, അതായത് ഇപ്പോൾ നമ്മൾ ന്യൂസ് ചാനലുകൾ വരെ പരസ്യത്തിലാണ് ഓടുന്നത്. മറുനാടനും അത് തന്നെയാണ്. എല്ലാവരും അതായത് സ്പോൺസേർഡ് വീഡിയോ, സ്പോൺസേർഡ് സെഗ്മെന്റ്സ്, ആഡ്സ്, ഇതിലാണ് നമ്മുടെ ക്രിയേറ്റർ എക്കോണമി തന്നെ റൺ ആവുന്നത്. പക്ഷെ ഞാൻ എതിര് പറയുന്നത് ഈ സ്കാമുകളോടാണ്, ഓപ്പൺ ആയിട്ട് നടക്കുന്ന സ്കാമുകൾ. ഇതിലിപ്പോൾ 1-2 പേര് എന്നോടുള്ള പേഴ്സണൽ ഗ്രഡ്ജ്, ഈ പറയുന്ന അമൽ ഗോപാൽ ഒരു പേഴ്സണൽ ഗ്രഡ്ജാണെന്ന് പറഞ്ഞു. ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ അഭിജിത്തിനോടുള്ള പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന്. ഞാൻ അതിനൊന്നും ഒരു വാക്കിനും വില കൊടുക്കുന്നില്ല. കാരണം ഈ പറഞ്ഞ അമൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ പറഞ്ഞ ഒരു ബെറ്റിംഗ് ആപ്പിനെ പ്രൊമോട്ട് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ബെറ്റിംഗ് ആപ്പിൽ എങ്ങനെ ബെറ്റ് ചെയ്ത് കാണിക്കണമെന്നാണ് അമൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരാൾക്ക് ഇപ്പോഴും അമൽ പറയുന്നു, ഇപ്പോഴും ഞാൻ പണ്ടെപ്പോഴും ചെയ്ത വീഡിയോ ആണ്, ഞാൻ 2 വർഷം മുന്നേ ചെയ്ത വീഡിയോ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, 2 വർഷം മുന്നേ ചെയ്ത വീഡിയോ ആണെങ്കിൽ അതിന് ക്ഷമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ എന്തിനാണ് ഇപ്പോഴും ലൈവായിട്ടിരിക്കുന്നത്? ഇപ്പോഴും ലൈവാണ്. അത് വീഡിയോ ഡിലീറ്റ് ചെയ്യും. ഇപ്പോഴും ആ വീഡിയോക്ക് വ്യൂസ് കയറുന്നുണ്ട്. ഈ കഴിഞ്ഞ 2 മാസത്തിന് മുന്നേ ഒരാൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ഇപ്പോഴും ആൾക്കാർ കയറുന്നുണ്ട്. ഡിലീറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന നന്മ കളിക്കുക, അല്ലെങ്കിൽ ഇത് ഞാൻ ഇങ്ങനെ പറയുകയാണ്, ഞാൻ ഇപ്പോൾ നെഗറ്റീവ്സ് ഓഫ് ഇന്ന് ഞാൻ പറഞ്ഞ, അതായത് എനിക്കിട്ടുള്ള പേഴ്സണൽ ഗ്രഡ്ജ് തന്നെയാണ് തീർക്കാൻ നോക്കുന്നത്. അത് എല്ലാ ബേസ് ഉണ്ടെങ്കിൽ ഓക്കെ പറയൂ, നമുക്ക് സംസാരിക്കാം.
ഇതൊക്കെ എല്ലാവരും പ്രൂവ് ചെയ്യണം അല്ലേ എന്തെങ്കിലും ഒരു അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ ഇത്രയും ബെറ്റിംഗ് ആപ്പുകളുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ നമ്മൾ പ്രൂഫ് എന്ന് പറയുന്നത് പലതരം പോലീസിൻ്റെ റിപ്പോർട്ട്സ്, ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തതിൻ്റെ കാര്യങ്ങൾ, ഇത്രയും ഇല്ലീഗലായിട്ട് നടക്കുന്നതിൻ്റെ കാര്യം, മിനിസ്ട്രി പറഞ്ഞ കാര്യങ്ങൾ, ലീഗലായിട്ട് പറയുന്ന കാര്യങ്ങൾ, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് പറഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം വെച്ചിട്ടാണ് പറയുന്നത്. ഇതേപോലെ എന്താ പറയുക, വെറുതെ ഇരുന്ന് പറയുന്നതല്ല. ഒരു കുറ്റം നെഗറ്റീവ്സ് ഓഫ് ഒന്ന് തപ്പിക്കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എന്തും കിട്ടും. ഇപ്പോൾ പറഞ്ഞ ഗൂഗിളിനെതിരെ നെഗറ്റീവ്, ഇപ്പോൾ ഞാൻ അടുത്ത ദിവസം വന്നിട്ട് ഗൂഗിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി ഒരു സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ടാറ്റ മോട്ടോഴ്സ് അല്ലെങ്കിൽ ഒരു ഹ്യുണ്ടായി ഒക്കെ വന്ന് ചെയ്യുകയാണ്. ഇപ്പോൾ ചെയ്യുന്നല്ല, ലൈക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അങ്ങനെ ഇപ്പോൾ നമുക്കൊരു ഓഫർ വരികയാണ്, ഇത്രയും നല്ലൊരു കമ്പനിയാണ്, ഇത്രയും കാലമായിട്ട് ഓടുന്ന ട്രസ്റ്റബിൾ കമ്പനിയാണ്, നമ്മൾ സ്പോൺസർ വീഡിയോ ചെയ്യും. അതിലിപ്പോൾ പെട്ടെന്ന് ഒരാൾ ആർക്കെങ്കിലും ഈ പറഞ്ഞ പണ്ടേതോ ടാറ്റ കാർ എടുത്ത ആൾക്ക് കംപ്ലൈൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇതൊരു സ്കാമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതായത് ഇന്ത്യയിൽ ലീഗലായിട്ട് നടക്കുന്ന കമ്പനികൾക്ക് അവരുടെ പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഞാനത് എന്താ പറയുക പറയുന്നതില്ല. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ ലീഗലായിട്ട് എന്ന് പറയുമ്പോൾ ചില കമ്പനികൾ, ഇഷ്ടംപോലെ കമ്പനികൾ ഈ പറഞ്ഞ ഗാംബ്ലിങ്ങിൻ്റെയും ഈ പറഞ്ഞ നിയർ ബെറ്റിംഗ് ആയിട്ട് പല ലൂപ്പ് ഹോൾ വെച്ചിട്ട് കുറേ കമ്പനികൾ നടക്കുന്നുണ്ട് ഈ ബെറ്റിംഗും ഗാംബ്ലിങ്ങിലും. അതിനെതിരെ ഞാൻ ശക്തമായിട്ട് തന്നെ പറഞ്ഞു. കമ്പനികളാണ് ഏതാണ് അങ്ങനെ ലൂപ്പ് ഹോൾ വെച്ച് നടക്കുന്നത്? പ്രോബോ എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ തന്നെയാണ്. അത് ഇതേപോലെ ഇന്ത്യയിലെ ഓഫീസ് ഉണ്ട്, പക്ഷെ പക്ക ബെറ്റിംഗ് ആണ് അവർ നടക്കുന്നത്. കാരണം അതായത് ഇന്നത്തെ ISL കേരളം ജയിക്കുമോ, യെസ് വെച്ചാൽ 60 രൂപ, 10 രൂപ വെച്ചാൽ 60 രൂപ, നോ വെച്ചാൽ കേരളം തോറ്റു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വെച്ച് ഇത്രയും പൈസ പോയി. ഇപ്പോൾ 20 രൂപ വെച്ചു 100 രൂപ കിട്ടി. നമ്മൾ യെസ് പറഞ്ഞാൽ നോ ആണ് വന്നെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കം, ഇപ്പം അങ്ങനെയാണല്ലോ ബെറ്റിംഗ്. നമ്മൾ ഒരെണ്ണം ബെറ്റ് ചെയ്തിട്ട് കിട്ടുന്നു പോകുന്നു, അതാണ് ബെറ്റിംഗ്. പിന്നെ അതെ. പിന്നെന്താന്ന് വെച്ചാൽ ഗാംബ്ലിംഗ്, ഇതിൽ ഈ പറയുന്ന കളർ ട്രേഡിങ്ങിന്റെ കുറെ കാര്യങ്ങളും ഈ ബെറ്റിങ്ങിൻ്റെതായിട്ടൊന്നും കുറേ വ്യത്യാസങ്ങളുണ്ട് ഈ പറഞ്ഞ കളർ ട്രേഡിങ്ങിന്റെ കാര്യത്തിൽ. അപ്പോൾ ഇതേപോലത്തെ കമ്പനികൾക്കെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ആണ് ഈ ചില കമ്പനികൾ ലീഗലായിട്ട് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ഇതുവരെ ബാൻ ചെയ്യാത്തതുകൊണ്ടാണ്. കേരളം എന്തുകൊണ്ടാണ് ഇങ്ങനെ അവരെ സപ്രസ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ്? അല്ല, അതെനിക്ക് തോന്നുന്നത് ഇതായിരിക്കും, കേരള ലോട്ടറി ഒക്കെ നടന്നു പോകുന്നുണ്ടായിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, കേരള ലോട്ടറിയുടെ പിന്നിലും എന്തൊക്കെയാണ് നടക്കുന്നതായിരിക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ കേരള ലോട്ടറി എടുക്കുന്ന ആൾക്കാരുടെ എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഭാഗ്യമുണ്ടോ എന്നുള്ള, ചിലപ്പോൾ പലരും ലോട്ടറി എടുക്കുന്നത് ഇതേപോലെ ലോട്ടറി വിൽക്കാൻ വരുന്നവരുടെ ഒരു ഗാംബ്ലിംഗ് പോലത്തെ. പക്ഷെ പലരും എടുക്കുന്നത് ഇതേപോലെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, ചിലരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. ആ ഒരു ബേസിൽ മാത്രമാണ് ഇപ്പോൾ കേരള ലോട്ടറി ഓടുന്നത്, അല്ലേ? ശരിക്കും ഇതൊരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു, വർഷങ്ങൾ നീണ്ടൊരു പോരാട്ടം എന്ന് തന്നെ പറയാം. എത്ര നാളായി ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി? ഇന്നാണ് എസ് അഭിജിത്ത് എന്ന ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇതിനെതിരെ ഇങ്ങനെ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനെതിരെ ഇങ്ങനെ ശബ്ദിക്കുന്നത്, ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ആ ഒരു ഇതെങ്ങനെയായിരുന്നു ഒരു ജേണി? ഇതിങ്ങനെ ഒരു സക്സസ് ആയിട്ടില്ലേ? ഇപ്പോൾ സക്സസ് ആയിട്ടില്ല, ഇത് ജസ്റ്റ് എ സ്റ്റാർട്ടിങ്, ജസ്റ്റ് എ ബിഗിനിങ്. നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരുടെ കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ ഇനിയും ഒരുപാട് ചെയ്യേണ്ടതിൽ ഇതിൽ പലർക്കും എങ്ങനെയാണ് പൈസ പോകുന്നത്, ആൾക്കാരെ എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഒരാൾ കമൻറ്റ് ചെയ്ത് കണ്ടായിരുന്നു എൻ്റെ ഒരു വീഡിയോയിൽ 1.2 കോടി പോയെന്ന്. അതായത് ഈ ബെറ്റിംഗ് ആപ്പിൽ 1.2 കോടി അയാളുടെ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്നത് നീ പോയി തള്ളല്ലടാ. അത് ഈ പറയുന്ന തള്ളൽ അങ്ങനെ ചെറുതായിട്ട് എന്താ പറയുക, ചിരിച്ചു കളയാൻ പറ്റില്ല. കാരണം ഇതിൽ അഡിക്റ്റ് ആയി പോകുന്ന, ഇപ്പോൾ ഒരുപാട് പൈസ ഉള്ള ഒരാളാണ്, അഡിക്റ്റ് ആയി പോകുന്ന ഒരാൾക്ക് ഈ 1.2 കോടി ചിലപ്പോൾ ഉണ്ടാക്കിയത് മൊത്തം ഇതുവരെ ഉണ്ടാക്കിയ ലൈഫ് സേവിങ്സ് മൊത്തം അതിൽ എടുത്തുകൊണ്ട് കളഞ്ഞിട്ടുണ്ടാവും. കാരണം ഇവർ പ്രോമിസ് ചെയ്യുന്നത് 3 ഇരട്ടി 10 ഇരട്ടി പൈസയാണ്. അതും ഒരു ദിവസം കൊണ്ട് പോകുന്നതല്ല. ഇവരൊക്കെ ഒരു 2-3 മാസം അല്ലെങ്കിൽ 5-6 മാസം അല്ലെങ്കിൽ 2 വർഷത്തിന് മുകളിലായിട്ട് ഇതേപോലെ അഡിക്റ്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം അവർക്ക് നിർത്താൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഡ്രഗ്സ് അല്ലെങ്കിൽ സിഗരറ്റ് അല്ലെങ്കിൽ ആൽക്കഹോൾ, അതിനൊക്കെ ഓരോ അഡിക്ഷൻസ് വരുന്നില്ല. അതിനേക്കാട്ടും അതെ, ഈ ഫോണ് കയ്യിൽ കണ്ടില്ലെങ്കിൽ കൈ വറയ്ക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഈ ബെറ്റ് ചെയ്തില്ലെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ മൊബൈൽ പോലും ചിലപ്പോൾ റീചാർജ് ചെയ്യാറില്ല. കാരണം നെറ്റ് കണക്ട് ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് പോയി കളിച്ചാലോ ഗെയിം കളിച്ചാലോ എന്ന് പേടിച്ചിട്ട് മൊബൈൽ എടുക്കുമ്പോൾ പേടിക്കുന്നവരുണ്ട്. മൊബൈൽ എടുക്കുമ്പോൾ പേടിക്കുന്നത് കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പലരും ചെറിയ കുട്ടികളാണ്. ഇന്നലെ ഒരു കമന്റ് കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. ആള് 10 വയസ്സിലോ ചെറിയൊരു കൊച്ചാണ്, ഒരു 4 ലക്ഷമോ അങ്ങനെ എന്തൊക്കെ ഒരു
അത്രയും കളഞ്ഞിട്ടുണ്ട് വീട്ടുകാരുടെ. അതായത് പക്ഷെ അപ്പോൾ വീട്ടുകാരെന്താ പറയുക, ഈ പറയുന്ന ചെറിയ കുട്ടികൾ ഇത്രയും പൈസ കൊണ്ട് കളഞ്ഞാൽ വീട്ടുകാരുടെ അവരുടെ മുകളിലുള്ള പ്രഷർ, അവരുടെയൊക്കെ ലൈഫ് അങ്ങോട്ട് സ്പോയിൽ ആയി പോകണം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? ഒരുപാട് പേര് അഡ്വൈസുമായിട്ട് എന്താ പറയാ, നമുക്ക് ഇതിൻ്റെ അകത്ത് രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് എപ്പോഴെങ്കിലും സമീപിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഈ ഒരു വോയിസ് ഇത്രയും നാൾ റേസ് ചെയ്ത് ആ വോയിസിന് ഒരു ഫലം കണ്ട് തുടങ്ങിയത്. അതെ അതെ, ഫലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇഷ്ടംപോലെ ഈ പറയുന്ന കേരളത്തിൽ മാത്രം നടക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ, അതായത് കേരളം പോലെ കുറച്ച് സ്റ്റേറ്റുകൾ എന്തുകൊണ്ട് കേരളത്തിൽ ലീഗലായിട്ട് നടക്കുന്നു എന്നുള്ളത്. കാരണം പുറത്തെ സ്റ്റേറ്റുകളിൽ ഈ ആപ്പുകൾ യൂസേഴ്സിന് എടുക്കില്ല കേട്ടോ. ഈ സുപ്പി എന്ന് പറഞ്ഞ ആപ്പും വിൻസോ എന്ന് പറഞ്ഞ ആപ്പും ഇതൊന്നും ബാക്കിയുള്ള ചില സ്റ്റേറ്റുകൾ, തമിഴ്നാട്ടിൽ നിന്നും തെലങ്കാനയിൽ നിന്നും അങ്ങനത്തെ കുറെ സ്റ്റേറ്റുകളിൽ ഇത് ബാൻഡ് ആയതുകൊണ്ട് ഇത് അവരൊന്ന് യൂസേഴ്സിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ കാര്യത്തിൽ ഇത് ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു, ഇപ്പൊ ജംഗ്ലി റമ്മി തന്നെ നോക്കിയോളൂ, ഇത്രയും കാലം നിൽക്കേണ്ട എന്തായാലും ആവശ്യം. അതെ അതെ, അതായത് ഇതിനെന്താന്ന് വെച്ചാൽ നിയമത്തിൽ ഇഷ്ടം പോലെ മാറ്റം വരാനുണ്ട്. അതിന് നമ്മൾ മാത്രം പോരാ, ഈ പറയുന്ന മന്ത്രിമാരും ഇവരെല്ലാവരും ആലോചിക്കണം, നിയമനിർമ്മാണം വരണം, വേണ്ടേ? അതായത് ഇത് തമിഴ്നാട്ടിൽ ക്യാബിനറ്റിൽ ചർച്ച ചെയ്തതാണ് ഈ ബെറ്റിംഗ് ആപ്പുകളുടെയും ഗാംബ്ലിംഗ് ആപ്പുകളുടെയും റമ്മി ആപ്പുകളുടെയും കാര്യം. കേരളത്തിലും അത് ചർച്ച ചെയ്യണം. അതായത് ഇതേപോലത്തെ ഗാംബ്ലിങ്ങും ബെറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഓരോരോ സ്റ്റേറ്റിന്റെ ലോസാണ്. ഇപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റുകൾ ചിലവിടെയൊക്കെ ഇതൊക്കെ ബാൻ ചെയ്ത് അല്ലെങ്കിൽ ഇതിനൊക്കെ റിമൂവ് ചെയ്ത് പോകുന്നത് സ്റ്റേറ്റ് ഓരോരോ അമെൻമെന്റ്സ് കൊണ്ടുവന്നുകൊണ്ടാണ്. മുഖ്യമന്ത്രിയുടെയൊക്കെ ശ്രദ്ധയിൽ ഇത് പെടുത്താൻ എന്തെങ്കിലും ശ്രമിച്ചുകൂടെ? മുഖ്യമന്ത്രി ഇനിയിപ്പോൾ നിങ്ങൾ ശ്രമിക്കൂ. അല്ല, അതായത് ഇപ്പോഴാണ് ന്യൂസ് ആവുന്നത്, ഇപ്പോഴാണ് കുറച്ചുകൂടെ ആൾക്കാർ അറിയുന്നത്. ഈ ഒരു അക്കൗണ്ട് പോയതുകൊണ്ടാണ് ഈ പറയുന്ന കുറച്ചുകൂടെ ഒരു അറ്റൻഷൻ കിട്ടിയതെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് ഇത്ര പോരാ, ഇതിൻ്റെ ഒരു വ്യാപ്തി അറിയണം. കാരണം ഇത്രയും പൈസ നമ്മുടെ രാജ്യത്തിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് പുറത്തുവിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പൈസ. അതായത് ഈ പറയുന്ന ആപ്പുകളിൽ ആൾക്കാർ ലൈഫ് സേവിങ്സ് കൊണ്ട് കളയുകയാണ്. ഇഷ്ടം പോലെ ന്യൂസുകൾ വരുന്നതെല്ലാം അങ്ങനെയാണ് അല്ലേ? ഈ പറയുന്ന ചെറിയ ലക്ഷങ്ങളൊന്നും ഒരു ന്യൂസ് ആവുന്നില്ല. ഈ ഇടയ്ക്കൊരു ലോറി ഡ്രൈവർ പഞ്ചാബിൽ കൊണ്ട് ഒരുപാട് പൈസ കൊണ്ട് കളഞ്ഞു എന്ന് പറഞ്ഞു, 70 ലക്ഷമോ 80 ലക്ഷമോ എന്തോ കൊണ്ട് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് പൈസ അങ്ങോട്ടേക്ക് പോവാണ്. പഞ്ചാബിലോട്ടല്ല, ഇന്ത്യയുടെ പുറത്തേക്കൊക്കെയാണ് പോകുന്നത്. പറയുന്നത് എല്ലാം പഞ്ചാബിലോട്ട് പോകുന്നതല്ല. പഞ്ചാബിലൊരു ഡ്രൈവർ ഇതേപോലെ അത് കളിച്ചിട്ട് ഈ ഗെയിം, അതായത് ഈ പറഞ്ഞ റമ്മിയോ ഈ പറഞ്ഞ സുപ്പിയോ അങ്ങനെ എന്തോ കളിച്ചിട്ട് ലൈഫ് സേവിങ്സ് മൊത്തം കൊണ്ട് കളഞ്ഞു. ഇപ്പൊ കിട്ടുമല്ലോ, ഒരു 1000 വെച്ചാൽ 2000 കിട്ടും എന്നുള്ള രീതിക്ക് 10 ലക്ഷം നേരെ കൊണ്ട് 10 ലക്ഷം വെച്ചാൽ, അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ഒരു 10,000 വെച്ചു, പൈസ പോകുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ഗെയിമിംഗ് ആപ്പ് ഇതിൽ എല്ലാം മോശമാണോ? ഏതെങ്കിലും ഒന്ന് നല്ല ഏതെങ്കിലും ഗെയിമിംഗ് ആപ്പ്, ഈ ഗാംബ്ലിംഗ് ആപ്പിൽ ഒരെണ്ണം പോലും നല്ലതില്ല. ഇവരുടെയൊക്കെ ബേസിക് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആൾക്കാരെ അഡിക്റ്റ് ആക്കുക, അവരുടെ കയ്യിൽ നിന്ന് വലിയ പൈസ ചൂണ്ടിടുക. അതിന് വേണ്ടി ചെറിയ ചെറിയ എമൗണ്ടുകൾ ഒരു കൊടുക്കും. 100 വെച്ചാൽ 300 വേണമെങ്കിൽ കിട്ടുമായിരിക്കും, 1000 വെച്ചാൽ 2000 വേണമെങ്കിൽ കിട്ടുമായിരിക്കും. ഇതൊക്കെ അവരുടെ കൺട്രോളിലാണ്. ഇതൊന്നും ഒരു റാൻഡം ചാൻസോ ലക്കോ ഒന്നുമല്ല, ഇതൊക്കെ അവർ തീരുമാനിക്കുന്നതാണ്. ഇപ്പോൾ കസിനോന്റെ കാര്യത്തിൽ പറഞ്ഞാൽ തന്നെ ദ ഹൗസ് ഓൾവേസ് വിൻസ് എന്നാണ്. അത് ഒരിക്കലും കസ്റ്റമേഴ്സിന് പൈസ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നവർക്ക് പൈസ കിട്ടാക്കാനല്ല, കുറച്ച് പേർക്ക് കുറച്ച് പേർക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പോയവരുടെ കണക്കിന്റെ എത്ര അടുത്താണ് ഈ പറഞ്ഞ ഈ 20 ലക്ഷമോ 30 ലക്ഷമോ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരാൾ പോലും ഉണ്ടാക്കിയിട്ടില്ല. അഡിക്റ്റ് ആയി പോയിട്ടേ ഉള്ളൂ. ഒരാൾ പോലും ഈ പറഞ്ഞ ലോട്ടറിക്ക് ഇടയ്ക്ക് വിന്നേഴ്സ് വരുന്നുണ്ട്. അതുപോലെ അല്ലല്ലോ, ഇതിൽ വിന്നേഴ്സ് ഇല്ലല്ലോ. കുറച്ച് ആദ്യം കിട്ടും, എല്ലാവരും മരണപ്പെടുകയാണ്, ആത്മഹത്യ ചെയ്യാണ്, പിന്നെ അതിന്റെ ചുഴിയിൽ പെട്ടുപോയിട്ട് ജീവിതം തന്നെ നശിച്ചു പോയവരാണ്, സമ്പാദ്യം മൊത്തം നശിച്ചവര്. അപ്പൊ ആ ഒരു തോട്ടിൽ നിന്നല്ലേ ഇപ്പോ അവര് ഇനി അങ്ങനെ ഒരാൾ മരിക്കാനോ സമ്പാദ്യം നഷ്ടപ്പെടാനോ ഇടവരരുത് എന്നൊരു ചിന്തയിൽ നിന്നല്ലേ ഇങ്ങനെ ഒരു ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതായത് ഇതിന്റെ റിയാലിറ്റീസും ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുമ്പോൾ, ഞാൻ ഇതേപോലെ വീഡിയോ ചെയ്തപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ സംസാരിച്ചു. എനിക്കറിയാം, അതായത് ഇതേപോലെ ഇതിൽ എത്ര ആൾക്കാരുടെ പൈസ പോകുന്നുണ്ട്. ഞാൻ ഒരുപാട് പേരെ സംസാരിച്ചു. ഇതിലൊക്കെ എത്ര പൈസ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇത്രയും ഈ 40 ലക്ഷം 1.2 കോടി പോയ ആൾക്കാർ, 40 ലക്ഷം പോയ ആൾക്കാർ, 50 ലക്ഷം പോയ ആൾക്കാർ, ഇവർക്കൊക്കെ ലൈഫിൽ ഇനി മുന്നോട്ട് എന്തെന്നുള്ള ചിന്തയിലാണ് ഒരുപാട് പേര് നിൽക്കുന്നത്. അങ്ങനെ ഒരു തോട്ടിലാണ് ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്തിട്ടുള്ളത്. എന്നെ ഒരു സ്റ്റോറിയിൽ ഈ ഇടയ്ക്ക് പണ്ട് ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പയ്യൻ വിൻസോ ഏതോ ഒരു ആപ്പ്, എനിക്ക് ആപ്പ് കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ സ്റ്റോറി കണ്ട, പക്ഷെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആള് ബ്രോ ഐ ആം ഓൺ ദ സൈഡ് ഓഫ് സൂയിസൈഡ് എന്നുള്ള രീതിക്കാണ് അവർ പറയുന്നത്. ഞാൻ അവരെ പറഞ്ഞ് സമാധാനിച്ചിട്ടുണ്ട്. അതായത് കാരണം ചെറിയ കുട്ടികളാണ് ഈ പറയുന്ന 10-17 വയസ്സുള്ള, ഇപ്പോൾ എപ്പോഴും 17 ഇത്രയും വയസ്സുള്ള
13 വയസ്സുള്ള കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പൊ ന്യൂസിൽ ഓൾറെഡി ഉണ്ട് ഇതേപോലെ ക്രൈം നടക്കുന്നത്. അതേപോലെ ഇവർക്കൊന്നും ഇതൊന്നും അറിയില്ല. ഈ ഒരു ഒന്നും അറിയായ്മയുടെ അല്ലെങ്കിൽ എന്താണ് നല്ലത് ഏതാ ശരി ഏതാ, ഇത് ഗാംബ്ലിംഗ് ആണ്, ഇത് ചൂതാട്ടമാണ് എന്ന് അറിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ചെറിയ കുട്ടികളടക്കം ഇതിൽ പോയി പെട്ടുപോകുന്നത്. കാരണം കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാരും പെടുന്നുണ്ട്. ഞാൻ ഫസ്മിനയുടെ ഒരു വ്യൂവറിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്മിനയുടെ കണ്ടിട്ട്, അതായത് അവരുടെ കൂടെയുള്ള ആൾക്കാർ അവര് ഇതേപോലെ ഈ പറയുന്ന രാജ ഗെയിമും തിരങ്കിയും ഡിയുവിനൊക്കെ ഫസ്മിനെ കളിക്കുന്നതാണ് ഫ്ലാറ്റ് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കണ്ടായിട്ട് ട്രാപ്പായിരിക്കുകയാണ്. കാരണം അവർക്ക് ഇപ്പം നിർത്താനും പറ്റുന്നില്ല. നിർത്താൻ എന്താണ് ഇനി അവർ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള അഡിക്റ്റ് ആയി പോയവർ നിർത്താനായിട്ട് ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് ഇതിലോട്ട് ഇറങ്ങാതിരിക്കുക, ഇതിലോട്ട് ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക. നമുക്ക് ഇഷ്ടം പോലെ ഈ ഒരു പ്രായത്തിലുള്ളതാണെങ്കിൽ ഏത് പ്രായത്തിലാണെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ നല്ല മാർഗ്ഗങ്ങളുണ്ട്. അല്ലാതെ ഇതേപോലെ ഒരു പെട്ടെന്ന് ക്വിക്ക് മണി എന്നുള്ള അല്ലെങ്കിൽ മേക്ക് ഈസി മണി ഒരു ഫോണിൽ മാത്രം വരുന്ന അല്ലെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ടൊന്നും ഒരു വിധത്തിലും പൈസ ഉണ്ടാക്കാൻ സാധിക്കില്ല. ഓണർമാർക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ഓണർമാർക്കും ഈ പറയുന്ന പല ഈ പ്രൊമോട്ടർമാർക്കും ഏജൻസിമാർക്കും ഉണ്ടാക്കാൻ പറ്റും. അല്ലാതെ അവരും അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അവരൊന്നും ഗെയിം കളിക്കുന്നില്ല, അവർ ഡെമോ അക്കൗണ്ട് വെച്ചിട്ടാണ് കളിക്കുന്നത്. അതും ഞാൻ വീഡിയോയിൽ പറഞ്ഞു കാണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അല്ലാതെ ഇവര് എല്ലാവരും ഡെമോ അക്കൗണ്ട് വെച്ച് പൈസ ഉണ്ടാക്കണം. അപ്പൊ ഇനി എല്ലാവർക്കും അതായത് ഈ പറയുന്ന ഈ കളർ ട്രേഡിങ് ഇവർ പറയുന്ന എല്ലാം ഫേക്കാണ്. എല്ലാം ഫേക്കാണ്. പറഞ്ഞാല് ഗാംബ്ലിംഗ് ആപ്പ്, അതായത് ഫുൾ ഫേക്ക് എന്ന് പറഞ്ഞാൽ ഫേക്കറി മാത്രമാണ്. ഇവര് ഗെയിം കളിച്ച് കാണിക്കുന്നില്ല. ഞാൻ ഇതിന്റെ ബാക്ക് എൻഡ് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന്റെ അതും ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എന്താ പറയാ, ഇതിൽ നമുക്ക് ഔട്ട്കംസ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ ശരി, ഇനി ഇവർക്കൊക്കെ പൂട്ട് വീഴണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ശരിക്കും അതിന് നിയമ നടപടിയായി മുന്നോട്ട് തന്നെ പോകും. ഇവർക്കൊക്കെ ഭയം ചിലപ്പോഴൊക്കെ വന്നിട്ടുണ്ടാവും, ഇപ്പം കുറച്ച് അക്കൗണ്ട് ഒക്കെ പോയത് കൊണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ട് പോയാൽ പോരാ, ഇതിൽ കൂടുതൽ അന്വേഷണം വരണം. ഇതിൽ എത്ര മണി ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ED അന്വേഷണം വരണം, എല്ലാം വരണം. ഇല്ലീഗലായിട്ട്. കാരണം ഇവരൊക്കെ ഉണ്ടാക്കുന്ന മണിയാണെങ്കിൽ കൂടെ ഇതേപോലെ ഹവാല മാർഗങ്ങൾ വരെയും ഇവർക്കൊക്കെ റെന്റഡ് അക്കൗണ്ടുകൾ വഴിയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ എല്ലാം പോലീസ് തന്നെ അന്വേഷിക്കണം. ഇവരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ട്സ് ചെക്ക് ചെയ്യണം. എത്ര പൈസ ഉണ്ടാക്കി, ഈ പറയുന്ന പൈസയ്ക്ക് ടാക്സ് അടയ്ക്കുന്നുണ്ടോ, ഈ പറയുന്ന പൈസയ്ക്ക് ഏത് വഴിക്ക് വന്നാണ്, ഇല്ലീഗൽ മാർഗങ്ങളിൽ വന്നാണോ, ക്യാഷ് ആയിട്ടാണോ വന്നത്. പണ്ട് ED അന്വേഷണം കൂടെ പല ഇൻഫ്ലുവൻസേഴ്സിനും വന്നാണ്. അതും ന്യൂസ്. അപ്പൊ ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം അല്ലേ? ഇതൊക്കെ തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പം ആ ഒറ്റയാൾ പോരാട്ടത്തിന് ഫലം കണ്ടിരിക്കുകയാണ്. അല്ല, ഒരു കാര്യം, ഒറ്റയാൾ പോരാട്ടമാണ്. നമ്മൾ ഇഷ്ടം പോലെ ഒരു കമ്മ്യൂണിറ്റി എഫേർട്ട് തന്നെ ആവണം. കാരണം ഇങ്ങനെ ഒരു സോഷ്യൽ ഈവൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബെറ്റിംഗ് ആപ്പ്, ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ ഒന്നോ രണ്ടോ കുറച്ച് പേര് കേസ് കൊടുത്താൽ നടക്കുന്ന കാര്യമല്ല. ഈ പറയുന്ന പബ്ലിക് ഇറങ്ങി കേസ് കൊടുക്കണം. തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പൈസ പോയ ആൾക്കാർ, പല ആൾക്കാരും മടിച്ചു നിൽക്കുന്നുണ്ട്. എങ്ങനെ കേസ് കൊടുക്കും, കേസിൻ്റെ പുറകെ പോകും, എങ്ങനെ കേസിൻ്റെ കൊടുക്കും. ഈ ഇതിലിപ്പോൾ പൈസ പോയിട്ടുണ്ടെങ്കിൽ ഒരു 2000 രൂപയാണ് പോയെങ്കിൽ അല്ലെങ്കിൽ 1000 രൂപ പോണതെങ്കിലും അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി ഇവർ കേസ് കൊടുക്കണം. പിന്നെ സൈബറിൽ കേസ് കൊടുക്കണം. അതിനെക്കാട്ടിലുപരി പൈസ പോയി എന്നുള്ള പേരിൽ കേസ് കൊടുക്കണം. ഇതേപോലെ ബെറ്റിംഗ് ആപ്പിൻ്റെ പേരും വെക്കണം, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേരും വെച്ച് കേസ് കൊടുക്കണം. കാരണം ഈ പറയുന്ന എമൗണ്ട് പൈസ പോയതിനൊക്കെ ഇവരും ലയബിളാണ്. നമ്മൾ പറഞ്ഞല്ല, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പറഞ്ഞ കോടതികളും എല്ലാവരും പറഞ്ഞതിനും മുന്നേ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. അതെ, അപ്പൊ അതാണ് പറയാനുള്ളത്. അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് വഴി ഇങ്ങനെ ബെറ്റിംഗ് ആപ്പിലൊക്കെ പെട്ടുപോയവർ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു ചെറിയ പൈസ ആയിക്കോട്ടെ അത് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായാലും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുത്ത് ഈ അഭിജിത്തിൻ്റെ ഈ ഒരു പോരാട്ടത്തിൽ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ജിയാസ് ജമാലിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പോരാട്ടത്തിലൊക്കെ കൂടെ നിന്ന് ഇതിനെതിരെ എന്താ പറയുക, ഇതിനെതിരെ പ്രതികരിക്കുക അല്ലേ? പോയവരൊക്കെ പ്രതികരിച്ച് മുന്നോട്ട് പോവുക, മുന്നോട്ട് പോവുക, കംപ്ലൈൻസ് കൊടുക്കുക. പൈസ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കേസായിട്ട് കൊടുക്കുക. അതായത് വെറും ഓൺലൈൻ കംപ്ലൈൻറ്റില്ല, കേസായിട്ട് ഫയൽ ചെയ്യുക. പോലീസ് എല്ലാത്തിനുള്ള സപ്പോർട്ടും തരും. 1930 വിളിച്ചാൽ മതി. കേരള പോലീസിൻ്റെ സൈബർ സപ്പോർട്ടാണ്. അതിൽ വാട്സാപ്പിൽ അവർ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഇൻസ്റ്റാഗ്രാമിലല്ല, വാട്സാപ്പിൽ തന്നെ വിളിക്കുക അല്ലെങ്കിൽ കോൾ ചെയ്ത് ബാക്കിയെല്ലാം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫോളോവേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ വിശ്വസിക്കുന്നത്, നിങ്ങൾ എന്താ പറയുക, പെട്ടെന്ന് ക്വിക്ക് മണി ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെയുള്ള ബെറ്റിംഗ് ആപ്പിലൊന്നും പോയി പെടാതിരിക്കുക. ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് അവർ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരാണ്. പക്ഷേ അവരെ ഒരിക്കലും പൂർണ്ണമായിട്ടും വിശ്വസിക്കാതിരിക്കുക അല്ലേ? അതെ, അല്ല ഇപ്പൊ ആര് പറയുകയാണെങ്കിൽ, ഇപ്പം മറുനാടൻ പറയുകയാണെങ്കിൽ, ഞാൻ പറയുകയാണെങ്കിൽ
സ്വന്തമായിട്ട് ചിന്തിക്കുക. എസ്പെഷ്യലി പൈസയുടെ കാര്യങ്ങൾ പറയുമ്പോൾ, നിങ്ങൾ പൈസ പെട്ടെന്ന് ഉണ്ടാക്കാം എന്നൊക്കെ പറയുമ്പോൾ 2 തവണ ചിന്തിക്കുക. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കി തരാനാണോ, അതായത് നിങ്ങളെ പണക്കാരനാക്കാനാണോ ഇവർ പണക്കാരൻ ചമഞ്ഞ് നിങ്ങളെ ചേർക്കുന്നത് നോക്കുക, അത് അവർക്ക് പൈസക്കാരനാവാനാണോ? അത്രേ ഉള്ളൂ. സിമ്പിൾ തോട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇങ്ങനെയുള്ള ഒരു സാമൂഹിക പ്രതിബദ്ധതയാണ് എല്ലാവർക്കും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മുൻകൈ എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ഇനിയും ഒരുപാട് പേര് ഇങ്ങനെ പൂട്ടാനായിട്ട് പറ്റട്ടെ. ഇനി അങ്ങനെ ആരും ചെയ്യാതിരിക്കട്ടെ. ഇങ്ങനെ ആൾക്കാരെ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇതിൽ കൂടുതൽ ഇനിയും ചെയ്യണമെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പോലീസ് ഈ വീഡിയോ കാണുന്ന പോലീസ് ഓഫീസേഴ്സ് ഉണ്ടാവും, ഈ വീഡിയോ കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടാവും. വ്യൂവേഴ്സ് തന്നെ പോലീസിൻ്റെ ആൾക്കാരുണ്ടാവും, ലീഗലായിട്ട് ഇഷ്ടംപോലെ ലീഗൽ ഫീൽഡിൽ തന്നെയുള്ള ആൾക്കാരുണ്ടാവും. എല്ലാവരും ഇതിനു വേണ്ടി ഇറങ്ങണം. കാരണം ഒരാളോ 2 ആളോ ഇരുന്ന് വെറുതെ കുറച്ച് വീഡിയോ ഏതായാലും ഇതിനൊരു ഫലം കാണും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. മുന്നോട്ടും എല്ലാവിധ എന്താ പറയാ പിന്തുണയും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.